ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് സമ്മർ സ്പെഷ്യലായിട്ട് നമുക്കിപ്പോൾ ഒരു ഗോൾഡ് റോൾ വരുമെന്ന് ഒരു ലീക്ക് വന്നിട്ടുണ്ട്. ഏതൊക്കെ ബണ്ടിലായിരിക്കും നമുക്ക് സമ്മർ ഗോൾഡ് റോൾ കാണാൻ സാധിക്കും, അതുപോലെ തന്നെ സമ്മർ ഈവന്റ് ഒക്കെ വരുന്നുണ്ട്, മോട്ടോ ബണ്ടിലൊക്കെ വരുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഫ്രീ റിവാർഡ്സ് കിട്ടും, നമുക്ക് 4-5 ദിവസം കഴിയാൻ നേരത്താണെങ്കിൽ പുതിയ ഗോൾഡ് റോൾ വരികയാണ്. അപ്പോൾ ആ ഒരു പുതിയ ഗോൾഡ് റോൾ വരുന്ന ബണ്ടിൽ ഏതാണ്, അപ്പോൾ നമുക്ക് അത് മാത്രമല്ല ഈ ഒരു ഹോളിഡേ വൈബ് ബണ്ടിൽ കിട്ടുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് അപ്കമിങ് വരാൻ പോകുന്ന ഈവന്റ് ഫ്രീ റിവാർഡ്സ് ഒക്കെ പറയുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഫ്രണ്ട്സ്. അതുകൊണ്ടാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് അടിക്കാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇത് മാത്രമല്ല നമ്മുടെ യൂട്യൂബ് ചാനൽ ലൈവ് സ്ട്രീം ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് അടിക്കുക, ലൈവൊക്കെ വന്ന് കാണുക. എപ്പോഴും നമ്മുടെ ഫ്രീ ഫയറിന്റെ പ്ലേയേഴ്സ് കമന്റ് അടിക്കുന്ന ഒരു കാര്യമാണ്, ബ്രോ ഏഞ്ചലിക്കിന്റെ പാൻറ്റോ അല്ലെങ്കിൽ ഏഞ്ചലിക്കിന് എന്തെങ്കിലും വരുന്നുണ്ടോ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് പുതിയൊരു ലീക്ക് വരികയാണ് ഫ്രണ്ട്സ്. അതായത് ഏഞ്ചലിക്കിന്റെ ഐറ്റംസ് ഗെയിമിലേക്ക് വരികയാണ്. ഏപ്രിൽ മാസത്തിൽ നമ്മുടെ ഇന്നർ സെർവറിലേക്ക് വരാൻ പോകുന്ന ഏഞ്ചലിക്കിന്റെ റിംഗ് ഇവന്റ് ആണത്. അപ്പോൾ ഇതിൽ ആദ്യം കാണാൻ സാധിക്കുക ഒരു ആകാശത്ത് പറന്നു നടക്കുന്ന ഒരു പരുന്തിനെ പോലെ, കഴുകനെ പോലെ ഉള്ളൊരു ഫ്ലാറ്റ് റിമോട്ടാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ഈ റിമോട്ടിന്റെ പ്രത്യേകത ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കിത് പറന്ന് പോവാം, നല്ലൊരു ഇമോട്ട്. ഏഞ്ചലിക്കിന്റെ ഇമോട്ട് ഏഞ്ചലിക്കിന്റെ റിംഗിൽ കാണും. കൂടെ നമുക്ക് ഏഞ്ചലിക്കിന്റെ ഒരു യെല്ലോ കളർ ഏഞ്ചലിക് പാൻറ് ഉണ്ടാവും. ഇവിടെ നമുക്ക് 2-3 ഏഞ്ചലിക് പാൻറ് കാണാൻ സാധിക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ സർവറിലാണെങ്കിൽ റിട്ടേൺ ഏതെങ്കിലും ഒരു ഏഞ്ചലിക് പാൻറ് മാത്രമേ കാണുള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ അറിഞ്ഞ വിവരം ഈ ഒരു യെല്ലോ ഏഞ്ചലിക് വരുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് ഗ്ലൂ വാളോ അല്ലെങ്കിൽ വല്ല മാസ്കോ ഇതിൻ്റെ കൂടെ ഒരു റിവാർഡ് ആഡ് അയക്കാം. അപ്പോൾ ഈ പ്രീമിയം ഒരു റിംഗ് ഇവന്റ് ആയിരിക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഇതിന്റെ ഏഞ്ചലിക്കിന്റെ റിംഗ് ഇവന്റ് അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ ലീക്ക് അനുസരിച്ച് ഏപ്രിൽ മാസത്തിൽ വരാൻ പോകുന്ന ഒരു റിംഗ് ഇവന്റ് ആണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിന്റെ ലേറ്റസ്റ്റ് കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് കൃത്യമായ ഡേറ്റ് അറിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. നമുക്ക് ഇനി ടൂണേറ്റ് അപ്ഡേറ്റ് നോക്കാം. നാളെയല്ല ഗൈസ്, അപ്പോൾ ഏപ്രിൽ 2-ാം തീയതി. അപ്പോൾ നാളെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന ഈവന്റ് എന്താണെന്ന് നോക്കാം. ടൂണേറ്റ് അപ്ഡേറ്റ് നാളെ വരാൻ പോകുന്ന ടൂണേറ്റ് അപ്ഡേറ്റ് ബാൻഡ് ഇതാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നെക്സ്റ്റ് എവോ വാൾട്ട് കൺഫേം, വുഡ് പെക്കർ, പിന്നെ പാരാഫൽ, M1040, പിന്നെ ഫാമാസി 4 ഗണ്ണുകളായിരിക്കും ഫ്രണ്ട്സ്. അപ്പോൾ നാളെ വരാൻ പോകുന്ന എവോ വാൾട്ടിൽ കാണാൻ സാധിക്കുക ആണ് ഫ്രണ്ട്സ്. അപ്പോൾ നാളത്തെ എവോ വാൾട്ട് ഈവന്റ് ഇതിലാണെങ്കിൽ എവോ M10 ഇത് ഒരുപാട് തവണ വന്നിട്ടുള്ള നിങ്ങൾക്ക് ആർക്കെങ്കിലും എവോ M10 എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഈ ഒരു ഡയമണ്ട് കൊടുത്തിട്ട് വാങ്ങാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് എവോ ഫാമാസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡെമോണിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാമാസ് ഇല്ല ഗൈസ്, ഇത് നമുക്ക് എല്ലാവർക്കും നാളത്തെ എവോ വാൾട്ട് ഈവന്റിൽ കാണാൻ സാധിക്കും. മറ്റൊരു ഗണ്ണിൻ്റെ സ്കിന്നാണ്. ദെൻ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എവോ ഒരു ഇതാണ് പാരാഫലിൻ്റെ സ്കിന്നാണ്. ലോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പേരാണ്. അപ്പോൾ എന്ത് പേരാണെങ്കിൽ ഇതാണ് ഫ്രണ്ട്സ് കാണുന്നത്. അപ്പോൾ സൈക്ലോൺ, അപ്പോൾ ഇതിൻ്റെ ഡബിൾ റേറ്റ് ഓഫ് ഫയർ ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അവസാനം ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വുഡ് പാക്കറിൻ്റെ സ്കിൻ ഉണ്ട്, അത് എവോ വുഡ് പാക്കറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതായിരിക്കും നാളത്തെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന എവോ വാൾട്ട്. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എവോ വാൾട്ട് എടുക്കാനൊക്കെ, അതായത് ഏതെങ്കിലും ഒരു എവോ ഗണ്ണുകളൊക്കെ നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ എടുക്കാനൊക്കെ ആരും ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ നിങ്ങൾക്കിത് വിനിയോഗിക്കാം. അതായത് ഡയമണ്ട് കൂടുതൽ വാങ്ങിക്കാൻ പറ്റും. നമ്മുടെ ഫ്രീ ഫയറിലേക്ക് സമ്മർ ഈവൻറ്റ് വരും ഫ്രണ്ട്സ്. അപ്പോൾ സമ്മർ ഈവൻറ്റ് വരുമ്പോൾ നമുക്ക് സമ്മർ സ്പെഷ്യൽ ഗോൾഡ് റോളൊക്കെ ആരംഭിക്കുകയാണെന്ന് അറിഞ്ഞിട്ടുണ്ട്, പുതിയ ലീക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് സമ്മർ ഈവൻറ്റിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഐറ്റംസ് എല്ലാം. റിവാർഡെല്ലാം ആഡ് ചെയ്തിട്ട് നമ്മുടെ തായ്ലാൻഡ് സർവറിൽ ഒരു ഈവൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ സർവറിലാണെങ്കിൽ മെയ് മാസത്തിലായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ സമ്മർ ഈവൻറ്റ് ആരംഭിക്കുക. അപ്പോൾ സമ്മർ ഈവൻറ്റ് ആരംഭിക്കാൻ നേരത്തെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്പെഷ്യൽ ഗോൾഡ് ഓയിലും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇവിടെ കാണുന്ന പോലെ തന്നെ മാജിക് ക്യൂബ് കൊടുക്കുന്നുണ്ട് തായ്ലാൻഡ് സർവറിൽ സമ്മർ ഈവൻറ്റ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സമ്മർ ഈവൻറ്റ് നമ്മുടെ ഇന്ത്യൻ സർവറിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇവിടെ മാജിക് ക്യൂബ് ലഭിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. തായ്ലാൻഡ് സർവറിൽ ഇപ്പോൾ ഇവിടെ കാണുന്ന മാജിക് ക്യൂബ് എക്സ്ചേഞ്ച് സ്റ്റോറും വന്നു ഫ്രണ്ട്സ്. ഇവിടെയാണെങ്കിൽ ട്രെൻഡി ഡ്രൈവർ, പിന്നെ ജോയൽ, സമ്മർ പാർട്ടി, പിന്നെ സമ്മർ ഹാറ്റ്, ഒരുപാട് ബണ്ടിലുണ്ട് ഫ്രണ്ട്സ് സമ്മർ ഈവൻറ്റ് സംബന്ധിച്ച്. പിന്നെ AK-47 സ്കിൻ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് ഇന്ത്യൻ സർവറിലേക്കും ഇതുപോലൊരു ഗോൾഡ് റോൾ വന്നേക്കാം സമ്മർ സ്പെഷ്യലായിട്ട്. ഏതെങ്കിലും രീതിയിലുള്ളൊരു ഗോൾഡ് റോൾ വന്നേക്കാം ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ ലീക്കുകളൊക്കെ വരുന്നത്. ദെൻ സമ്മർ ഈവൻറ്റ് അത് മെയ് മാസത്തിലാണല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ സമ്മർ ഈവൻറ്റ് വരാൻ നേരത്ത് നമുക്ക് ഇവിടെ കാണുന്ന റിവാർഡ്സ് എല്ലാമാണ് ഒരു സി ബണ്ടിൽ. പിന്നെ അതുപോലെ തന്നെ ഫ്രീ റിവാർഡ്സ് ലഭിക്കാൻ പോകുന്നത് ഇവിടെ കാണുന്ന ബാനർ അവതാറൊക്കെ ഉണ്ട് സമ്മർ ഈവൻറ്റ് സംബന്ധിച്ചിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് സമ്മർ ഈവൻറ്റിലൂടെ. സമ്മർ ഈവൻറ്റ് ലഭിക്കാൻ പോകുന്ന റിവാർഡാണ് ഫ്രണ്ട്സ്. സ്കൈ ബോണ്ട് സ്കിന്നാണ്, എന്തോ ഒരു ഡോൾഫിൻ കുഞ്ഞിൻ്റെ റിവാർഡ് പോലെ തോന്നിക്കുന്നത്. പിന്നെ നമുക്ക് ടോക്കൺ കിട്ടുന്നുണ്ട് സമ്മർ ഈവൻറ്റ് സംബന്ധിച്ചിട്ടുള്ള ടോക്കൺസ് ഒക്കെയാണ്. പിന്നെ തായ്ലാൻഡ് സർവറിലാണെങ്കിൽ സ്കൂട്ടർ കിട്ടുന്നുണ്ട് ഫ്രണ്ട്സ്, അതുപോലെ ടോക്കൺ, പിന്നെ ഇമോട്ട്, ബണ്ടില്, ഒരുപാട് റിവാർഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് മെയ് മാസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ലഭിച്ചേക്കാം. നിങ്ങളിപ്പോൾ ഫ്രീ ഫയർ ഓപ്പൺ ചെയ്തിട്ട് ഗോൾഡ് റോൾ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും ഫ്രണ്ട്സ്. ഒരു 4-5 ദിവസം കഴിയാൻ നേരത്ത് ഗോൾഡ് റോയിലും അവസാനിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വരാൻ പോകുന്ന ഗോൾഡ് റോയിൽ എന്താണെന്ന് ചോദിച്ചാൽ ഹോളിഡേ വൈബ് ബണ്ടിലായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ലഭിക്കേണ്ടത് പക്ഷേ ഫ്രീ ഫയറിൻ്റെ അതായത് ഇവിടുത്തെ ലീക്കേഴ്സൊക്കെ പറയുന്നത് നമുക്ക് അടുത്ത് നെക്സ്റ്റ് വരാൻ പോകുന്ന ഒരു ഫീമെയിൽ ബണ്ടിലായിരിക്കാം. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഫ്രീ ഫയർ നൽകുന്ന ഓർഡർ ഇങ്ങനെയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇപ്പോൾ ഒരു മെയിൽ ബണ്ടിലാണല്ലോ, അപ്പോൾ അടുത്ത് ഒരു ഫീമെയിൽ ബണ്ടിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഗോൾഡ് റോയിൽ വരുന്ന
ഒരു മെയിൽ ബണ്ടിലായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു ഫീമെയിൽ ബണ്ടിൽ ഇവിടെ വന്നേക്കാം. അപ്പോൾ അടുത്ത ഗോൾഡ് റോയിലേക്ക് നമ്മൾ ഇവിടെ കാണുന്ന ഒരു സമ്മർ ബണ്ടിൽ ഉണ്ടല്ലോ, അതായത് ഹോളിഡേ വൈബ് ബണ്ടിൽ, ഇത് വന്നില്ലെങ്കിൽ അപ്പോൾ നമുക്ക് വരാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഡാറ്റ മൈനേഴ്സൊക്കെ പറയുന്നത് ഇവിടെ കാണുന്ന ഒരു ഫീമെയിൽ ബണ്ടിലായിരിക്കും. അതായത് നമുക്ക് എല്ലാവർക്കും ഇവിടെ കാണാൻ സാധിക്കും ഫ്രണ്ട്സ്, ആ ഒരു ഫീമെയിൽ ബണ്ടിൽ ഒരു അഡ്വഞ്ചർ ബണ്ടിലാണ്. ഇത് വരാൻ ചാൻസ് കൂടുതലാണെന്നാണ് ഫ്രണ്ട്സ് ഇവിടുത്തെ ലീക്കുകളൊക്കെ തരുന്ന ഭായിമാർക്ക് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഫ്രണ്ട്സ്, അപ്പോൾ ഏത് ബണ്ടിലാണ് വരുന്നത് നോക്കാം. അപ്പോഴൊക്കെ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ ഗെയിമിലേക്ക് വരാൻ പോകുന്ന ഈവൻറ്റ് ഫ്രീ റിവാർഡ്സ് എല്ലാം. അപ്പോൾ നമ്മളൊരു ഈ ചാനലിൽ ലൈവ് സ്ട്രീം തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് അടിക്കുക, ലൈവ് സ്ട്രീമിൽ പങ്കെടുക്കുക, ലൈവിൽ പങ്കെടുക്കുക, എല്ലാവരും മാക്സിമം ഷെയർ അടിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും കാണാൻ പറ്റിയ വീഡിയോ മൈ സൈനിങ് ഓഫ്.